എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാത വന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യോഹന്നാൻ 2:9-10 വാക്യങ്ങൾ. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു ധന്യമായ പ്രഭാതത്തിലേക്ക് ദൈവം തമ്പുരാൻ നമ്മളെ എത്തിച്ചിരിക്കുന്നുവല്ലോ. നല്ല വീഞ്ഞ് എന്തുകൊണ്ടാണ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചത്? വിരുന്നുവാഴിയുടെ സംശയ ചോദ്യം ഇങ്ങനെയാണ്. മറഞ്ഞിരിക്കുന്നതിനും ഗുണമുണ്ട് എന്ന് കല്യാണ വിരുന്നിലെ പ്രതികരണത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു. ദൈവത്തെ കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ദൈവം നമ്മുടെ ചിന്തകൾക്കും ബുദ്ധിക്കും ദൃഷ്ടിക്കും അതീതമാണ്. എന്നാൽ ദൈവ സാന്നിധ്യം എത്രയോ ഗുണകരമാണ്, എത്രമാത്രം രുചി പകരുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ മഹത്തായ കല്യാണ വിരുന്നുകളിൽ നാം പങ്കെടുത്തിട്ടുണ്ട്. എത്രയോ പേരുകേട്ട ചടങ്ങുകൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേട്ടറിവ് മൂലം നമ്മുടെ ചിന്തകളെ ഉണർത്തിയ മഹത്തായ പരിപാടികൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ നമ്മൾ ആരും പങ്കെടുക്കാത്ത വായിച്ചറിവും കേട്ടറിവും മാത്രമുള്ള ആ കല്യാണ വിരുന്ന് മാത്രം എന്താണ് നമ്മുടെ ഓർമ്മയിൽ ഇന്നും മറയാതെയും മായാതെയും നിൽക്കുന്നത്? ധ്യാനത്തിൻ്റെ ഒളിമങ്ങാത്ത പ്രഭയിൽ ആ കല്യാണ വിരുന്നിൻ്റെ അനുഭവങ്ങൾ മാത്രമെന്തേ നാം ഇന്നും ഹൃദയത്തിൽ തെളിമയോടെ കാത്തു സൂക്ഷിക്കുന്നു? കാരണം മറ്റൊന്നുമല്ല, നമുക്ക് എന്നും വഴികാട്ടിയാവുന്ന ഒട്ടനവധി സനാതന സത്യങ്ങളും പാഠങ്ങളും ആ കല്യാണ വിരുന്ന് പകർന്നു തരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യത്തെ അത്ഭുത പ്രവർത്തനം അല്ലെങ്കിൽ അടയാളം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ സംഭവം നെഞ്ചോട് ചേർത്ത് ധ്യാനിച്ചാൽ ഓരോ ജീവിതാനുഭവങ്ങളുടെ മധ്യേ പച്ച പിടിച്ച് നിൽക്കുന്ന കല്യാണ വിരുന്നായി അതിലെ അനുഭവങ്ങൾ പരിണമിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാനാവിലെ കല്യാണ വിരുന്നിനെ മഹത്തരമാക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം ശക്തി പകരുന്നു. കുറവുകളെ ഇല്ലാതാക്കുന്ന സാന്നിധ്യമാണത്. കർത്താവിൻ്റെ സാന്നിധ്യം മറ്റാരുടെ സാന്നിധ്യത്തെക്കാളും വിലമതിക്കുന്ന സാന്നിധ്യമാണ്. മറ്റാർക്കും പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതിനപ്പുറം കർത്താവിൻ്റെ സാന്നിധ്യം പലതും മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നത് നമുക്ക് ഊർജം പകരുന്ന ഒരു വസ്തുതയാണ്. ചിന്തകളിലും പ്രവൃത്തിയിലും ഉദ്യോഗത്തിലും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ ഏടുകളിലും അവൻ്റെ സാന്നിധ്യം നാം ഉറപ്പാക്കേണ്ടതുണ്ട്. അത് പ്രതിസന്ധികളിൽ നമുക്ക് തുണയാവും. രോഗങ്ങളുടെ നടുവിൽ സൗഖ്യമേകും. ബലഹീനതയുടെ നടുവിൽ ധൈര്യം പകരും. ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വഴികാട്ടിയാവും എന്നതിൽ ഒട്ടും സംശയം വേണ്ട. കർത്താവിന് മാത്രമേ ഉള്ളതുപോലെ നമ്മെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നാം എന്തെങ്കിലും ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവരൊക്കെ അറിയുന്നത്. എന്നാൽ ദൈവം നമ്മെ മുന്നമേ അറിഞ്ഞവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം യിരെമ്യാവിനോട് പറയുന്നത് പോലെ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ ഒരു ജീവൻ്റെ കണിയ ഉണ്ടാകുന്നതിന് മുന്നമേ നമ്മെ അറിയാൻ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനനശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മെ അറിഞ്ഞത്. ഒരു രൂപം ഉണ്ടാകുന്നതിന് മുൻപേ, ഒരു മേൽവിലാസം ഉണ്ടാകുന്നതിന് മുൻപേ, വിദ്യാഭ്യാസം കരഗതമാകുന്നതിന് മുൻപേ, പണവും പ്രതാപവും കുടുംബമഹിമയും സ്ഥാനമാനങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ നമ്മെ ഉള്ളതുപോലെ അറിയാൻ ദൈവമുണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ എല്ലാ പരിമിതികളെയും പരിഹരിച്ച് വഴി നടത്താൻ മതിയായതാണ്. ഇവിടെ ഈ കാനാവിലെ കല്യാണ വീട്ടുകാർ വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. വിളിച്ച് കൂട്ടിയ വിരുന്നുകാരോട് അല്ലെങ്കിൽ
അവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നവരോട് ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി. ഭക്ഷണം തികയാതെ വരുന്നു എന്ന് പറയുന്നത് വലിയ അപമാനമാണ്. പ്രത്യേകിച്ച് പാലസ്തീൻ്റെ പശ്ചാത്തലത്തിൽ വിരുന്നുകളിൽ ഏറ്റവും മുഖ്യസ്ഥാനമുള്ള വീഞ്ഞ് ഇല്ലാതെയാകുന്നു. അത് വലിയ നാണക്കേടിലേക്കും ബുദ്ധിമുട്ടിലേക്കുമൊക്കെ നയിക്കും. ഇല്ലായ്മകളാണ് മനുഷ്യൻ ആദ്യം പറഞ്ഞു പരത്തുന്നത്. നന്മയൊന്നും ആരും പങ്കുവയ്ക്കാറില്ലല്ലോ. അതുകൊണ്ട് ഈ ഇല്ലായ്മയുടെ പശ്ചാത്തലത്തിൽ വലിയ നാണക്കേടിൻ്റെയും അപമാനത്തിൻ്റെയും വക്കത്ത് നിന്ന് ഒരു കുടുംബത്തെ സമൃദ്ധിയിലേക്ക് നയിച്ച ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ഈ ഭാഗം ചിന്തിപ്പിക്കാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ഏത് പ്രശ്നവും നമുക്ക് ദൈവത്തോട് പറയാം. കാരണം ഇത്രമാത്രം നമ്മെ മനസ്സിലാക്കിയ വേറെ ആരും ക്രിസ്തുവിനെ പോലെ ഇല്ല. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ, കയ്പിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ വേദന തിങ്ങി നിറയുമ്പോൾ ഓടിച്ചെന്ന് ആവലാദികളും കുറവുകളും പറയാൻ അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. കാനാവിലെ കല്യാണ വിരുന്ന് ഇന്നും നമ്മുടെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ സാന്നിധ്യമാണ്. കുറവുകളെ സാധ്യതകളാക്കി മാറ്റുന്ന കരുണാമയൻ്റെ സ്പർശം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നമാണ് പരിഹരിക്കപ്പെടാതിരിക്കുക? ഇവിടെ പല കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ അമ്മ അതിൻ്റെ ഒരു പങ്കാളിയായി. അവിടെ ജോലി ചെയ്ത ഭൃത്യന്മാർ കർത്താവിനെ അനുസരിച്ചു. ഇതൊക്കെ ഇതിൽ നമ്മൾ കാണുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, മനുഷ്യൻ്റെ എല്ലാ പരിശ്രമങ്ങളിലും പരിമിതികളുണ്ട്. ചില അപാകതകൾ ഉണ്ടാവാം. ആരും പൂർണ്ണരല്ല. നമ്മൾ എത്രമാത്രം പ്ലാൻ ചെയ്താലും എത്രമാത്രം ഒരുങ്ങിയാലും ചിലപ്പോൾ ചില അബദ്ധങ്ങളും പോരായ്മകളും ഇല്ലായ്മകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ഉണ്ട് എന്ന് കരുതുന്ന ഒരു മനസ്സിൽ ഇത് സൂക്ഷിക്കണം. പോരായ്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ അടുത്ത് വരുമ്പോൾ രുചിയും മണവും നിറവും ഒന്നുമില്ലാത്ത പച്ചവെള്ളം രുചിയും മണവും നിറവുമുള്ള വീഞ്ഞായി മാറി എന്നത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രുചിഭേദങ്ങൾ മാറി മറയുമ്പോൾ, നമ്മൾ രുചിയില്ലാത്തവരായിത്തീരുമ്പോൾ, ആർക്കും വേണ്ട എന്ന് തോന്നുമ്പോൾ, പ്രയോജനരഹിതമായി മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മെ രുചിയുള്ളതാക്കും. രുചിക്കൂട്ടുകൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമുക്ക് നൽകുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. എപ്പോഴും രുചിയുള്ളവരാകാം. ഇവിടെ പറയുന്നത് ആദ്യത്തേതിനേക്കാൾ നല്ല വീഞ്ഞ്, ലഹരി കൂടിയ വീഞ്ഞ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലഹരി കൂടിക്കൂടി വരട്ടെ. സ്നേഹത്തിൻ്റെ ലഹരി വർദ്ധിച്ചു വരട്ടെ. ബന്ധങ്ങളുടെ ലഹരി, കൂട്ടായ്മകളുടെ ലഹരി, ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ വിധേയത്വത്തിൻ്റെ ലഹരി ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരേണ്ടിയിരിക്കുന്നു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിന്നിലുണ്ടെന്ന് എഫേസ്യ സഭയോട് പറയുന്നത് പോലെയല്ല. ആദ്യത്തെ സ്നേഹത്തെക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് പറയാനിടയാകണം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ ലഹരി നഷ്ടപ്പെടാതെ വർദ്ധിച്ചു വരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാവണം. പുതിയ ദിവസം നമുക്കത് തിരിച്ചറിയാം. കർത്താവിൻ്റെ നിറ സാന്നിധ്യം നമ്മെ ഭരിക്കാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഇന്നത്തെ പകലിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് പകരണമേ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രുചി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുമ്പോൾ, കർത്താവേ, അവിടുത്തെ സാന്നിധ്യം, സ്പർശം, അവിടുത്തെ നോട്ടം ഞങ്ങൾക്ക് രുചി പകരുന്നു എന്ന്
ഈ പ്രഭാതത്തിൽ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പോരായ്മകളെ ദൈവം തമ്പുരാൻ അറിയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ, നിസ്സഹായതകൾ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പകരുന്നു. ഞങ്ങളെ അവിടുന്ന് സമൃദ്ധമായ അനുഭവത്തിലേക്ക് നയിക്കണമേ. ആടുകൾക്ക് ജീവനുണ്ടാകുവാനും അവയ്ക്ക് സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അവിടുന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് താണിറങ്ങി വന്ന ക്രിസ്മസിൻ്റെ നാളുകളെ ഞങ്ങൾ ധ്യാനപൂർവം ഓർക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും ഇന്നത്തെ പകൽക്കാലം നിറയ്ക്കണമേ. വഴികാട്ടിയായി ഒപ്പമുണ്ടായിരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കരുണയുടെ കരം നീട്ടി പുതിയ വർഷം അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ സഹായിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും കൃപയും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനയോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.